على جبين سعادتي وأفكاري تجري الحروف. ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് റമളാൻ മാസം 1, ആദ്യത്തെ നോമ്പ് തുടങ്ങുകയാണല്ലേ. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫെബ്രുവരി 19 നൗറാന്റെ ബർത്ത്ഡേ കൂടിയാണ്. നോമ്പിന്റെ പർച്ചേസും ഉസ്താദിനുള്ള ചെലവും എല്ലാം കൂടിയുള്ള ഓട്ടത്തിനിടയിൽ ബർത്ത്ഡേയും മറന്നുപോയി. എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്നുള്ളതും മറന്നു. എല്ലാ തവണയും ചെറുതും വലുതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കാരണം ഇത്തവണ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്നുള്ള വലിയ വിഷമായിരുന്നു. വേറൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ വിചാരിക്കുമ്പോ ഇറങ്ങിപ്പോയി വാങ്ങാനായിട്ട് ഇവിടെ അടുത്ത് കടകളും ഇല്ല. ഈ നോമ്പും നോറ്റി ചൂടത്ത് ടൗൺ വരെ പോയി തെണ്ടി തിരിഞ്ഞു വരാനായിട്ട് ഉമ്മയും ഉപ്പയും സമ്മതിക്കത്തുമില്ല. നമ്മുടെ കയ്യിലൊരു കല ഇരിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തയ്യാറാക്കാന്ന് ഞാൻ വിചാരിച്ചു. അവക്ക് എപ്പോഴുള്ളൊരു പരാതിയാണ്, ഞാൻ നാട്ടിലുള്ള എല്ലാവരുടെ ചിത്രവും വരച്ചു കൊടുക്കും, അവളുടെ ഒരു ചിത്രമോ റൂമിൽ വെക്കാനായിട്ടൊരു ഫ്രെയിമോ ഒന്നും ഇതുവരെ ശരിയാക്കി കൊടുത്തിട്ടില്ല. എന്നാ 2 പരാതികളും കൂടി പരിഹരിച്ച് ഇന്ന് ഞാൻ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് എടുത്ത് തീരുമാനമായതുകൊണ്ട് വരച്ചെടുക്കാൻ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് അവള് വരുമ്പോഴേക്കും കൊടുക്കണല്ലോ, അപ്പൊ കുറച്ചധികം മല്ലിക്കെട്ടേണ്ടി വന്നു. അങ്ങനെ ഫ്രെയിം ഒക്കെ ഏകദേശം സെറ്റ് ചെയ്തു. ഇനി ഇന്നലെ രാത്രി അവള് വരുമ്പോ റാപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ നമ്മുടെ ആദ്യ നോമ്പിന്റെ ഫുഡ് പ്രിപ്പറേഷനിലോട്ട് കിടക്കുകയല്ലേ. തുടക്കമായതുകൊണ്ട് ഒരുപാട് ഹെവിയും ഒരുപാട് ലൈറ്റും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് കരുതി. എപ്പോഴും നോമ്പിനുള്ള സ്റ്റാർട്ടർ ഞാനും മെയിൻ കോഴ്സ് ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കല്. അങ്ങനെ ആവശ്യത്തിനുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തു. ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 എഗ് എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ എഗ്ഗിന്റെ വൈറ്റും യെല്ലോ ഒന്നും വേർതിരിക്കാറില്ല, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ അടിക്കാറുള്ളത്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ സവോളയും പച്ചമുളകും കുനുകുനേന അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും മല്ലിച്ചപ്പും കൂടി ഫ്ലേവറിന് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചു. കുറച്ച് സമയം അതിൽ കിടന്ന് ആശാനൊന്ന് വഴന്ന് വരട്ടെ. ആ നേരം കൊണ്ട് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി അടുത്ത പരിപാടി വഴന്ന് വന്ന ഉള്ളിയിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാന്നുള്ളതാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, അത്രയും മതി. പിന്നെ നല്ലോണം പിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ബോയിൽ ആയിട്ടുണ്ടാകും. അത് ഇതാ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചു മറിച്ചെടുക്കുക. അപ്പുറത്തെ അടുപ്പിലാവട്ടെ ഉമ്മച്ചി ഉമ്മാന്റെ തകർപ്പൻ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്തിരിയും കോഴിക്കറി ഇല്ലാതെ എങ്ങനെയാ ആദ്യത്തെ നോമ്പ് തുറക്കുക, അതുകൊണ്ട് ഉമ്മ പത്തിരിയും കോഴിക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഞാൻ അടുപ്പത്തിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോക്കിനും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരുത്തന്ത് അവിടെ എത്തിയിട്ടുണ്ട്. വന്നാ ഒരിത്തിരി കൊഞ്ചലും കരച്ചിലും പാടലും ഒക്കെ എനിക്ക് പതിവുള്ളതാണ്. എല്ലാ തവണയും വട്ടത്തിലല്ലേ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞ് ഇത്തവണ മാളിൽ പോയപ്പോ 2 വെറൈറ്റി ഷേപ്പിലുള്ള അച്ച് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ആശാന് ഉപ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇടക്കിടക്കെടുത്ത് ഓരോന്ന് തിന്നുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉപ്പ് നോക്കി നോക്കി അവസാനം തീർക്കാതെ തിന്നാ മതി. കാണുമ്പോൾ പലതായിട്ട് തോന്നുമെങ്കിലും പലതരം ഷേപ്പിലുള്ള കട്ട്ലേറ്റ് തന്നെയാണ് എല്ലാം. ത്രികോണം കറക്റ്റ് ആയിട്ട് വന്നു, ഉണ്ടയും കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ പൂവ് അച്ചിന്ന് എടുക്കുമ്പോൾ കറക്റ്റ് ആണ്, ഈ മുട്ടയിലും ബ്രെഡിലും മുക്കി എടുക്കുമ്പോഴേക്ക് ഷേപ്പ് മാറി പോവുക. പിന്നെ നോമ്പ് തുറക്കാനായിട്ടുള്ള മെയിൻ ഐറ്റം ഈത്തപ്പഴം കൂടി. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോഴേക്കും ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ട് മേശപ്പുറത്ത് എടുത്തു വെച്ചു. പിന്നെ ബാങ്ക് കൊടുക്കുന്നതും കാത്തു ഒരു നിൽപ്പായിരുന്നു. ആദ്യത്തെ നോമ്പ് എപ്പോഴും കുറച്ച് ക്ഷീണമാണ്, കാരണം ശീലല്ലാതെ ഫസ്റ്റ് ആയിട്ട് എടുക്കണതാണല്ലോ. പിന്നെ അത് ശീലമായിട്ട് വരുമ്പോൾ ഓക്കെ ആവും. ഇത്തവണ അങ്ങനെ വല്ലാണ്ട് ചൂടൊന്നും അല്ലാത്തതും കൊണ്ട് വെള്ളത്തിന് വലിയ ദാഹമൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഐസ് ഇടാതെ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസും അടിച്ചു വെച്ചിട്ടുണ്ട്. നൗറ വന്നപ്പോ തന്നെ കൈ നീട്ടിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടായി ഗിഫ്റ്റ് ആയിട്ട് തരാതിരിക്കൂലല്ലോ, എന്താ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോയില്ല. നോമ്പെടുത്തതിനേക്കാളും ആകാംക്ഷയിലാണ് ഇവിടെ നവീദ് ബാങ്കും നോക്കിയിരിക്കുന്നത്. ഓൻ പറയുന്നത് നോമ്പായതുകൊണ്ട് സുഖമായി, ഇനിയിപ്പൊ എന്നും രാത്രി ഇമ്മാന്റെ ഉണക്കച്ചോറ് തിന്നേണ്ട അവസ്ഥ അല്ലല്ലേ, എന്നും നല്ല കടി എന്തേലും തിന്നാലോന്ന്. അങ്ങനെ ബാങ്ക് കൊടുത്തു, എല്ലാവരും നോമ്പും തുറന്നു. കാത്തിരുന്ന് നോമ്പ് വന്നതും അറിഞ്ഞില്ല, ആദ്യത്തെ നോമ്പ് കഴിഞ്ഞതും അറിഞ്ഞില്ല. ഇതാണ് ഇപ്പത്തെ സ്ഥിരം എല്ലാവരുടെയും ഡയലോഗ്. നോമ്പ് തുറന്നിട്ട് ഈ വെള്ളം അങ്ങനെ ഇറങ്ങി പോകുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖം തന്നെയാണല്ലേ. ഇപ്രാവശ്യം ഞാൻ ബുദ്ധിക്ക് ആദ്യം തന്നെ ജ്യൂസ് കുടിച്ച് തീർത്തില്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് മോന്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും വയറ്റിക്ക് ചെല്ലൂ. അങ്ങനെ ഭക്ഷണം കഴിപ്പും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് നൗറാക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തായാലും പ്രതീക്ഷിക്കൂല, കാരണം ഞാൻ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ എപ്പോഴും കൊടുക്കാറുള്ളതാണ്, ഇത്രയും വൈകിക്കാറില്ല. അങ്ങനെ ആദ്യത്തെ നോമ്പിന്റെ കൂടെ നൗറാന്റെ ഇത്തവണത്തെ ബർത്ത്ഡേയും കൂടി കഴിഞ്ഞു. കുറെ പേര് ചോദിക്കലുണ്ട് നൗറാന്റെ പ്രായം എത്രയാണെന്ന്. നൗറാക്ക് ഇത്തവണ 13 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറച്ച് കൂട്ടുകാരുകൾക്ക് ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാനായിട്ട് ഓള് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിലും അറിയാത്തയും ഇതുവരെ കാണാത്തൊക്കെ ആൾക്കാർ ബർത്ത്ഡേ വിഷ് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. ഫ്രെയിം കണ്ടപ്പോ ഒക്കെ നല്ല ഇഷ്ടമായിക്കണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8-8:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഉമ്മാന്റെ
റമദാന്റെ നല്ല പത്തിരിയും കോഴിക്കറിയും കൂടി കഴിച്ചിട്ട് അങ്ങോട്ട് പള്ള ഫുള്ളാക്കി. അപ്പൊ ലളിതവും സുന്ദരമായിട്ടുള്ള ഈ ഒരു ഒന്നാമത്തെ നോമ്പ് നമ്മുടെ ഇത് അവിടെ തീർന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ വീട്ടിലെ നോമ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കമന്റ് ബോക്സിലൂടെ പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പൊ ഇനി അടുത്ത വിശേഷമായിട്ട് നാളെ വരാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റമദാൻ കരീം.